സോ ഗുഡ് ഈവനിങ്. നമ്മൾ വരാൻ പോകുന്ന ഓവർസീസ് എക്സാം പ്രിപ്പറേഷനായിട്ടാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അതിൽ പാർട്ട് 1 കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് എ ഡാഷ് ഫീൽഡ് ആൻഡ് ഇറ്റ്സ് ഡെൻസിറ്റി ഈസ് എ ഡാഷ് ഫീൽഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് സ്കെയിലർ ആണോ വെക്ടർ ആണോ? ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് അല്ലെ, ആ ഒരു രണ്ട് റൂള് നമ്മൾ എഴുതി വെച്ചോളൂ. ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് dot product of two vectors gives a scalar. Two vectors gives a scalar. അല്ലെ, അപ്പം ഇലക്ട്രിക്കൽ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ ഫ്ലക്സ് പറയുമ്പോഴത്തേക്ക് എന്താ? ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇലക്ട്രിക്കൽ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എ നമുക്ക് പറയാൻ പറ്റും അല്ലെ, ഇ ഡോട്ട് എ. അപ്പം ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇ ഈസ് എ വെക്ടർ ആൻഡ് ഏരിയ ഇറ്റ്സ് ആൾസോ എ വെക്ടർ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും വരിക? ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് അല്ലെങ്കിൽ ഇ എ കോസ് തീറ്റ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഫ്ലക്സ് എന്തായിരിക്കും വരിക? രണ്ടിന്റെ ഡോട്ട് പ്രോഡക്റ്റ്, ഇത് വെക്ടർ ആണ്, ഇത് വെക്ടർ ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇലക്ട്രിക്കൽ ഫ്ലക്സ് ഈസ് എ സ്കെയിലർ ആണ്. ഓക്കെ, സോ ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് ഗിവ്സ് എ സ്കെയിലർ ക്വാണ്ടിറ്റി ആയിരിക്കും നമുക്ക് കിട്ടുക. അത് ഓർത്ത് വെക്കാം. ഇനി ഇതിന്റെ യൂണിറ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ഫ്ലക്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് വെരി ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വയ്ക്കുക. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളംബ് ആണ്. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളംബ് ആണ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഇത് അതേ കണക്ക് തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തെന്തായിരിക്കും വരിക? അടുത്തൊരു യൂണിറ്റ് ഉണ്ട്, ഓർ വോൾട്ട് മീറ്റേഴ്സ് പറയാം. വോൾട്ട് മീറ്റേഴ്സ് എന്ന് പറയാം. അടുത്തൊരു യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അടുത്തൊരു യൂണിറ്റ് ചാർജ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആണ്. ചാർജ് ഡെൻസിറ്റി ഈസ് നത്തിങ് ബട്ട് കൂളംബ് പെർ മീറ്റർ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് കൂളംബ് പെർ മീറ്റർ. അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് എന്താണ്? ഇലക്ട്രിക്കൽ ഫ്ലക്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളംബ്. ചാർജ് ഡെൻസിറ്റി എന്തായിരിക്കും? കൂളംബ് പെർ മീറ്റർ ആണ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇലക്ട്രിക്കൽ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡി ഈസ് ഈക്വൽ ടു, നമുക്കറിയാൻ പറ്റും, ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇ ആണ്. എപ്സിലോൺ 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. ഇ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഇ ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പം പ്രോഡക്റ്റ് ഓഫ് സ്കെയിലർ ആൻഡ് വെക്ടർ ഗീവ്സ് എ എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആണ് അല്ലെ. therefore വെക്ടർ ക്വാണ്ടിറ്റി. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഫ്ലക്സ് ഡെൻസിറ്റി, ഇലക്ട്രിക്കൽ ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. സോ അറ്റ്ലീസ്റ്റ് ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കി വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെക്കുക. ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇനി ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? സോ ദി യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എന്തായിരിക്കും വരിക? കൂളംബ് പെർ മീറ്റർ സ്ക്വയർ. അപ്പൊ 3 പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക. ഒന്നാമത്തത് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളംബ്, ചാർജ് ഡെൻസിറ്റി കൂളംബ് പെർ മീറ്റർ. അടുത്തായിരിക്കും വരിക യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ ഫ്ലക്സ് ഡെൻസിറ്റി കൂളംബ് പെർ മീറ്റർ സ്ക്വയർ. പിന്നെ ഓർത്ത് വയ്ക്കുക, ഇത് സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. എന്തായിരിക്കും? ഇലക്ട്രിക് ഫ്ലക്സ് സ്കെയിലർ ക്വാണ്ടിറ്റി ആൻഡ് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. സോ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുക. സോ ഓർത്ത് വയ്ക്കുക, ഈ യൂണിറ്റ് ഒക്കെ ഒരുപാട് തവണ PSC എക്സാംസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താ, ഫ്ലക്സ് ചാർജ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താ, ഫ്ലക്സ് ഡെൻസിറ്റി യൂണിറ്റ് എന്താ, അതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഓക്കെ, the force between two charges is 200 Newton. If the distance between the charges is doubled, the force will be. അപ്പോൾ നമുക്കറിയാം ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തായിരിക്കും വരിക? കൂളംസ് ലോ പറയുന്നത് F is equal to എന്തായിരിക്കും വരിക? ഫോഴ്സ് F is equal to 1/4 pi epsilon 0 Q1 Q2 by R square ആണല്ലേ. 1/4 pi epsilon 0 Q1 അല്ലെ, Q1 Q2 divided by R square. The statement നമുക്കറിയാമല്ലോ എന്തായിരിക്കും? The force between two point charges is directly proportional to എന്തായിരിക്കും വരിക? Product of their magnitude അല്ലെ. The force between two charges is directly proportional to the product of their magnitude and inversely proportional to the square of the distance. അപ്പോൾ ഇത് ഇങ്ങനെ ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഈ ഡിസ്റ്റൻസും ഫോഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R square ആണ്. അത് ഓർത്ത് വെക്കുക. അപ്പൊ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് the force between the two charges is 200 Newton തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ചാർജസ് ഡബിൾ ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? therefore F is equal to എങ്ങനെ ആയിരിക്കും വരിക? K into Q1 Q2 divided by R becomes എന്തായിരിക്കും വരിക? Here R becomes 2R ആവും അല്ലെ. therefore R square 2R the whole square that is equal to K into Q1 Q2 divided by 4R square വരുന്നുണ്ട് അല്ലേ. K into Q1 Q2 divided by R square ആയിരിക്കും വരിക? 50 ആണ് വരുന്നത്. 50 divided by 200 ആണ് വരുന്നത് അല്ലേ. ഇതിന്റെ ആൻസർ 200 അല്ലേ വരുന്നത്? ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടല്ലോ നമുക്ക്. Q1 Q2 divided by R square that is equal to 200 divided by അല്ലേ
200 divided by 4, that is equal to 50 Newton ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. സോ ഓപ്ഷൻ 3 ആയിരിക്കും കറക്റ്റ് ആൻസർ വരാം. സോ ഈ ഒരു പോയിന്റ്സ് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ദ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ബിറ്റ്വീൻ ടു സ്റ്റേഷനറി പാരലൽ വയേഴ്സ് ക്യാരിയിങ് കറണ്ട്. അപ്പം ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു കറണ്ട് ക്യാരിയിങ് പാരലൽ കണ്ടക്ടേഴ്സ് എന്തായിരിക്കും വരിക? ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു കറണ്ട് ക്യാരിയിങ് പാരലൽ കണ്ടക്ടേഴ്സ് എഫ് ഈസ് ഈക്വൽ ടു μ0 ഫോഴ്സ് പെർ ലെങ്ത് കേട്ടോ. ചോദിച്ചിരിക്കുന്നതല്ലേ ഫോഴ്സ് പെർ ലെങ്ത് അല്ലേ ചോദിച്ചിരിക്കുക. അപ്പൊ ഫോഴ്സ് പെർ ലെങ്ത് ബൈ എൽ ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു I1 ഇൻറ്റു I2 ഡിവൈഡഡ് ബൈ ഡി. വേറെ ഡി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? രണ്ട് കണ്ടക്ടർ ഉണ്ട്, പാരലൽ കണ്ടക്ടർ ഉണ്ട്, തമ്മിലുള്ള എന്തായിരിക്കും സെപ്പറേഷൻ ആണ് ഡി എന്ന് പറയുക. ഇത് ഫസ്റ്റ് കണ്ടക്ടർ കൂടെ പോകുന്ന കറണ്ട് I1 ആണ്, സെക്കൻഡ് കണ്ടക്ടർ കൂടെ പോകുന്ന കറണ്ട് I2 ആണെങ്കിൽ ഫോഴ്സ് പെർ ലെങ്ത് ഈസ് ഈക്വൽ ടു μ0 ബൈ 2π ഇൻറ്റു I1 I2 ഡിവൈഡ് ബൈ ഡി ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എന്ന് വെച്ച് നോക്കിയാൽ മതിയല്ലോ. ഏതായിരിക്കും പറയാ? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സെപ്പറേഷൻ ഓഫ് വയേഴ്സ് അല്ലെ. അപ്പോൾ ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സെപ്പറേഷൻ ഓഫ് വയേഴ്സ്, ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡി ആണ്. അടുത്തതായിരിക്കും വരിക ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഈച്ച് കറണ്ട്. ഓക്കെ, അതും കറക്റ്റ് ആണ്. ഇറ്റ് സാറ്റിസ്ഫൈസ് ന്യൂട്ടൺ, അതും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ 4 ആയിരിക്കും. എയും ബിയും സി ആയിരിക്കും നമുക്ക് ആൻസർ വരിക. സോ ഇതിനകത്ത് നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു μ0 ബൈ 2π I1 I2 ഡിവൈഡ് ബൈ ഡി. ദാറ്റ് മീൻസ് രണ്ട് പാരലൽ കണ്ടക്ടേഴ്സിൽ കൂടി അല്ലെ, ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ബിറ്റ്വീൻ ടു പാരലൽ കണ്ടക്ടേഴ്സ് ക്യാരിങ് കറണ്ട്. ഇക്വേഷൻ എഫ് ബൈ എൽ ഈസ് ഈക്വൽ ടു μ0 ബൈ 2π I1 I2 ഡിവൈഡ് ബൈ ഡി. ഡി സ്ക്വയർ എന്നൊന്നും ഓർത്ത് വെക്കരുത്, ഡി എന്ന് തന്നെ പഠിച്ചു വയ്ക്കുക. ഇതിന് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഒക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതോട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റും. ടു കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് അല്ലെ, അത് ഓർത്ത് വെക്കുക. ടു കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് അട്രാക്ട് ഈച്ച് അതർ when they carry the current in the same direction and repel each other when they carry current in the opposite direction. സോ ഇത് ഒക്കെ പി എസ് സിയുടെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അപ്പോൾ എഴുതിക്കൊള്ളുന്നത് എങ്ങനെ വരിക? ടു കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് അല്ലെ, ടു കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് അട്രാക്ട് ഈച്ച് അതർ. കറണ്ട് കണ്ടക്ടേഴ്സ് attract each other. എപ്പോഴായിരിക്കും? ടു കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് attract each other when current in them is in same direction അല്ലെ. when current is same direction, and repel എപ്പോഴായിരിക്കും? when current in opposite direction അല്ലെ. when current in opposite direction. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ കിട്ടും, ഓർത്തു വയ്ക്കുക. current in opposite direction. സോ ഇത് ഈ പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് നമ്മളുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദ പൊട്ടൻഷ്യൽ ഇൻസൈഡ് എ ചാർജ്ഡ് ഹോളോ സ്പിയർ ഈസ്. അപ്പൊ നമ്മൾ ഓർത്ത് വയ്ക്കുക, ദ പൊട്ടൻഷ്യൽ ഇൻസൈഡ് എ ചാർജ്ഡ് ഹോളോ സ്പിയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ സർഫസ് ആയിരിക്കും. ഓർത്ത് വയ്ക്കുക. കാര്യം നമുക്കറിയാൻ പറ്റും, ഒരു കണ്ടക്ടിങ് സ്പിയർ ആണെങ്കിൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ്, ഓക്കെ, ഇതൊരു കണ്ടക്ടിങ് സ്പിയർ ആണെങ്കിൽ അതിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടിങ് സ്പിയർ ഈസ് സീറോ ആയിരിക്കും വരിക. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടിങ് സ്പിയർ ഈസ് 0. അപ്പം ഇലക്ട്രിക് ഫീൽഡ് 0 ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? ഡി വി ബൈ ഡി ടി ആണ് അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് 0 ആവണമെങ്കിൽ ഡി വി ബൈ ഡി ടി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ആയിരിക്കണം. therefore ബി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ്. എങ്കിലല്ലേ നമുക്ക് എന്തായിരിക്കും വരിക? ഇ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ആണ് നമുക്ക് ഇയുടെ വില, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ചാർജ്ഡ് സ്പിയർ സീറോ ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ബി ഷുഡ് ബി എ കോൺസ്റ്റന്റ് ആയിരിക്കണം അല്ലെ. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് ഇ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ അത് ഒന്നുകിൽ അങ്ങനെ പഠിച്ചു വെക്കുക, പൊട്ടൻഷ്യൽ ഇൻസൈഡ് ചാർജ്ഡ് ഹോളോ സ്പിയർ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ സർഫസ് നിർത്തി വയ്ക്കുക. എന്തായിരിക്കും വരിക? 0യുടെ വാല്യൂ എന്തായിരിക്കും വരിക? ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടിങ് സ്പിയർ, ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടിങ് സ്പിയർ ഈസ് 0. അതും ഓർത്ത് വയ്ക്കുക. കണ്ടക്ടിങ് സ്പിയർ ഈസ് 0. സോ കണ്ടക്ടിങ് സ്പിയറും ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിൽ തിരിഞ്ഞു പോകരുത്. പൊട്ടൻഷ്യൽ എന്തായിരിക്കും വരിക? പൊട്ടൻഷ്യലി സെയിം ആസ് ദാറ്റ് ഓഫ് ദ സർഫസ് ആയിരിക്കും. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ കണ്ടക്ടിങ് സ്പിയർ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ വി ഷുഡ് ബി എ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ആ ഒരു പോയിന്റ് വെച്ചിട്ട് ഓർത്ത് വയ്ക്കുക.
ഇവിടെ അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ടു ചാർജസ് +4 microcoulomb and -16 microcoulomb are separated from each other by a distance of 0.6 meter. അത് നമുക്ക് രണ്ട് ചാർജസ് ഉണ്ട്. അപ്പം ഞാൻ എടുക്കുകയാണ് ചാർജ് എയും ചാർജ് ബിയും. ചാർജ് എ എന്ന് പറയുന്നത് 4 microcoulomb ആണ്. ചാർജ് ബി എന്ന് പറയുന്നത് -16 microcoulomb ആണ്. സെപ്പറേറ്റഡ് ഈച്ച് അതർ ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 0.6 മീറ്റർ എന്ന് പറയുന്നുണ്ട്. പിന്നെ അവർ പറയുന്നത് അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഷുഡ് എ തേർഡ് ചാർജ് ഓഫ് +6 microcoulomb ടു ബി പ്ലേസ്ഡ് ഫ്രം +4 microcoulomb അല്ലെ. അപ്പം നമുക്ക് സി നമുക്ക് എടുക്കാൻ പറ്റും. ഈ സി ആണ് നമുക്ക് +6 microcoulomb എന്ന് പറയുന്നത്. ചോദിച്ചിരിക്കുന്നത് അറ്റ് വാട്ട് ഡിസ്റ്റൻസ് അല്ലെ. ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. വാട്ട് ഡിസ്റ്റൻസ് ഷുഡ് എ തേർഡ് ചാർജ് ഓഫ് 6 microcoulomb ടു ബി പ്ലേസ്ഡ് ഫ്രം 4 microcoulomb സോ ദാറ്റ് നോ ഫോഴ്സ് എക്സേർട്സ് ഓൺ ഇറ്റ് വിൽ ബി 0. അപ്പം എക്സേർട്ട് അവിടെ ഉണ്ടാവുന്ന ഫോഴ്സിന്റെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 ആണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും സിൻസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എങ്ങനെ ആയിരിക്കും വരിക? ദ ഫോഴ്സ് ഓഫ് എഫ് സി എ എഫ് സി എ ഇസ് ഈക്വൽ ടു എഫ് എ ബി നമുക്ക് പറയാൻ പറ്റും അല്ലെ. അങ്ങനെ നമുക്ക് ഇക്വൽ ചെയ്തൂടെ? കാര്യം എഫ് സി എ അതായത് ഈ ഫോഴ്സ് അതായത് എയും ബിയും ഈ ഫോഴ്സ് എഫ് സി എ ഇസ് ഈക്വൽ ടു എഫ് എ ബി. കാര്യം നമുക്കിവിടെ പറയുന്നുണ്ട് the force exerted on the third charge സി എന്ന് പറയുന്ന ചാർജിൽ എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും വരിക? 0 എന്ന് നമുക്ക് പറയുന്നുണ്ട്. അപ്പം എന്തായിരിക്കും? എഫ് സി എ ഇസ് ഈക്വൽ ടു എഫ് സി എ ഇസ് ഈക്വൽ ടു എഫ് സി ബി, നോട്ട് എ ബി അല്ല, എഫ് സി ബി. എഫ് സി എ ഇസ് ഈക്വൽ ടു എഫ് സി ബി ആയിരിക്കും വരിക. ദാറ്റ് മീൻസ് ദിസ് ഫോഴ്സ് നമ്മൾ വരച്ചു നോക്കിയാൽ മതി, അറിയാൻ പറ്റുമോ? എഫ് സി എ ദിസ് ഫോഴ്സും ആൻഡ് പിന്നെ എന്തായിരിക്കും വരിക? സിയും ബിയും തമ്മിലുള്ള ഫോഴ്സ്, ദിസ് ഫോഴ്സസ് ആർ ഈക്വൽ ബിക്കോസ് നമുക്കിവിടെ പറയുന്നുണ്ട് ബിക്കോസ് ദ ഫോഴ്സ് എക്സെർട്ടഡ് ബൈ ഇറ്റ് വിൽ ബി 0 ആണ്. അപ്പൊ രണ്ട് ചാർജ് എക്സെർട്ട് ചെയ്യുന്നത് അല്ലെ. സി എന്ന് പറയുന്ന ചാർജിൽ 4 എന്ന് പറയുന്ന ചാർജ് എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സും സി എന്ന് പറയുന്ന ചാർജിലും 16 microcoulomb എന്ന് പറയുന്ന ഫോഴ്സ് ചാർജ് ഫോഴ്സും എന്തായിരിക്കും വരിക? 0 എന്ന് പറയുന്നത് അല്ലെ, അല്ലെങ്കിൽ ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് എഴുതി കൂടെ therefore എഫ് സി എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ ആയിരിക്കും വരിക? നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ അറിയാലോ, കെ ഇൻറ്റു 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ R സ്ക്വയർ ആണല്ലേ. അപ്പൊ നമുക്ക് എന്തായിരിക്കും എഫ് സി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? കെ ഇൻറ്റു ക്യു സി ഇൻറ്റു ക്യു എ ഡിവൈഡ് ബൈ നമ്മൾ ഡിസ്റ്റൻസ് ഡി സ്ക്വയർ അല്ലെ ഇസ് ഈക്വൽ ടു എഫ് സി ബി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? കെ ഇൻറ്റു ക്യു സി ഇൻറ്റു ക്യു ബി ഡിവൈഡഡ് ബൈ ഡി എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര? 0.6 പ്ലസ് ഡി ദ ഹോൾ സ്ക്വയർ വരും അല്ലേ. അപ്പൊ നമുക്ക് കെയും ക്യാൻസൽ ചെയ്ത് പോകും. ക്യു സി ഇൻറ്റു ക്യു എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര അടിക്കും വരിക? ക്യു സി 6 ആണ്, ക്യു എ 4. അപ്പൊ 6 × 4 24 ഡിവൈഡ് ബൈ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു ക്യു സി എത്ര ആയിരിക്കും വരിക? 6 × 16 96 അല്ലെ. 96 ഡിവൈഡ് ബൈ 0.6 പ്ലസ് ഡി ദ ഹോൾ സ്ക്വയർ. സോ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡി കണ്ടുപിടിക്കുക. ഡി ഈസ് ഈക്വൽ ടു ചെയ്യുമ്പോൾ നമുക്ക് 0.6 മീറ്റർ നമുക്ക് കിട്ടും. ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് ആൻസർ വരിക. സോ ഇതിന്റെ ലോജിക്ക് മനസ്സിലാക്കുക. എങ്ങനെ ആയിരിക്കും വരിക? ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് 0 എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഫോഴ്സ് എടുത്തിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. എഫ് സി എ ഇസ് ഈക്വൽ ടു എഫ് സി ബി എന്നുള്ള രീതി നമ്മൾ ഇക്വേറ്റ് ചെയ്യാനുള്ള കാര്യം എന്തായിരിക്കും? ബിക്കോസ് ഇസ് ആൾറെഡി മെൻഷൻ ഇൻ ദ ക്വസ്റ്റ്യൻ. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ടു ലോങ് പാരലൽ കണ്ടക്ടേഴ്സ് ആർ പ്ലേസ്ഡ് 10 mm apart from each other carrying a current 150 amps. What will be the force per meter length of each one എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഫോഴ്സ് പെർ മീറ്റർ ലെങ്ത് ഇക്വേഷൻ എന്തായിരിക്കും വരിക? എഫ് ബൈ എൽ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? എഫ് ബൈ എൽ ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡ് ബൈ അല്ലെ 2π ഇൻറ്റു I1 I2 ഡിവൈഡ് ബൈ ഡി അല്ലെ. നമുക്ക് പറഞ്ഞിരിക്കുന്നത് ടു ലോങ് പാരലൽ കണ്ടക്ടേഴ്സ് ആർ പ്ലേസ്ഡ് 10 mm ആണ്. അപ്പൊ നമുക്ക് ഡി നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ഈച്ച് ക്യാരിങ് എ കറണ്ട് 150 amps. ദാറ്റ് ഈസ് എത്ര ആയിരിക്കും വരിക? I1 I2 വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് പെർ മീറ്റർ ലെങ്ത് എത്രയാണ് ചോദിച്ചത്. therefore നമുക്കറിയാം μ0 എന്ന ഇക്വേഷൻ വാല്യൂ എന്തായിരിക്കും വരിക? 4π ഇൻറ്റു 10 to the power of -7 ഡിവൈഡ് ബൈ 2π ഇൻറ്റു എത്ര ആയിരിക്കും വരിക? കറണ്ട് I1 ഈസ് ഈക്വൽ ടു 150, I2 ഈസ് ആൾസോ 150 ഡിവൈഡ് ബൈ ഡി എന്ന് പറയുന്നത് എത്ര ആയിരിക്കും വരിക? 10 mm ആണ്. അപ്പോൾ 10 ഇൻറ്റു 10 to the power of -3 വരും. അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് സോൾവ് ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ നമുക്ക് 0.45 ന്യൂട്ടൺ പെർ മീറ്റർ വരും. അപ്പൊ അതിനകത്ത് ഓർത്തിരിക്കാനുള്ള ഇക്വേഷൻ ഫോഴ്സ് പെർ ലെങ്തിന്റെ ഇക്വേഷൻ ആണ് μ0 ബൈ 2π ഇൻറ്റു I1 I2 ഡിവൈഡ് ബൈ ഡി ആണ്. അല്ലെങ്കിൽ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോഴ്സ് പെർ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡി ആണ്. ഡി സ്ക്വയർ ഒന്നും നമ്മൾ എഴുതി വെക്കരുത്, ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്.
Okay. Electric intensity at any point in an electric field is equal to dash at that point. Electric field intensity at any point in an electric field is equal to. ഓർത്ത് വയ്ക്കുക, ആൻസർ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ആയിരിക്കും വരിക. ആൻസർ ഈസ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്. സോ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ സമേഷൻ ഓഫ് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഐ ഈസ് ഈക്വൽ ടു പറയുമ്പോഴത്തേക്ക് എന്താ E1 പ്ലസ് ഇൻഡിവിജ്വൽ E2 പ്ലസ് E3. അതായത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നത്തിങ് ബട്ട് ദ വെക്ടർ സം ഓഫ് സെപ്പറേറ്റ് ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് ഈച്ച് പോയിന്റ് ചാർജ് വുഡ് പ്രൊഡ്യൂസ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇതായിരിക്കും വരിക, ദ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് is equal to potential gradient ആണ് ഓർത്ത് വയ്ക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ആൻ എനി പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ആണ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞത് എന്തായിരിക്കും വരിക, ദ ഗ്രേഡിയന്റ് ഓഫ് എ സ്കെയിലർ ആണ്. പൊട്ടൻഷ്യൽ സ്കെയിലർ ആണ്. പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതും ഓർത്ത് വയ്ക്കുക. പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, വാട്ട് ഈസ് അനലോഗസ് ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻ മാഗ്നറ്റിക് സർക്യൂട്ട്സ്? ഇലക്ട്രിക് ഫീൽഡിന് മാഗ്നറ്റിക് സർക്യൂട്ട് ആയിട്ടുള്ള അനലോഗസ് ആയി ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇതിനകത്ത് നമുക്ക് എന്താ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്ക് മാഗ്നറ്റിക് സർക്യൂട്ട് വരുമ്പോഴത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അല്ല, മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് അല്ല, റിലക്ടൻസ് അല്ല. അപ്പൊ ആൻസർ എന്തായിരിക്കും വരിക? നൺ ഓഫ് ദി അബവ് ആയിരിക്കും വരിക. സോ നമുക്ക് എങ്ങനെ ആയിരിക്കും വരിക? ഇലക്ട്രിക്കലും മാഗ്നറ്റിക് സർക്യൂട്ടും തമ്മിലൊന്ന് അനലോഗസ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മാഗ്നറ്റിക് സർക്യൂട്ട്, ഇറ്റ് ഈസ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്. അപ്പോൾ മാഗ്നറ്റിക് സർക്യൂട്ട് ഞാൻ ഫസ്റ്റ് പറയാൻ ഫ്ലക്സ് ആണെങ്കിൽ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ അത് കറണ്ട് ആയിരിക്കും അല്ലെ. മാഗ്നറ്റിക് സർക്യൂട്ടിൽ പെർമിയൻസ് ആണെങ്കിൽ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് കണ്ടക്ടൻസ് ആയിരിക്കും വരിക അല്ലെ. ഇവിടെ എന്തായിരിക്കും വരിക? പെർമിയബിലിറ്റി ആണെങ്കിൽ ഇറ്റ് ഈസ് കണ്ടക്ടിവിറ്റി അല്ലെ. പെർമിറ്റിവിറ്റി ആണെങ്കിൽ ഇറ്റ് ഈസ് കണ്ടക്ടിവിറ്റി. ദെൻ റിലക്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഇവിടെ റിലക്റ്റൻസ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരിക? ഇവിടെ റെസിസ്റ്റൻസ് ആയിരിക്കും വരിക. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. സോ ഈ ഒരു അനലോഗസ് നമ്മൾ ഓർത്ത് വയ്ക്കാം. നമുക്കറിയാം കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? സീമെൻസ് ആണ്. സീമെൻസ് ഈസ് യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസ് ആണ് അല്ലെ. കണ്ടക്ടൻസിന്റെ ഇക്വേഷൻ എന്താ നമുക്കറിയാം? കണ്ടക്ടൻസ് പറഞ്ഞാൽ ജി വെച്ച് റെപ്രസെന്റ് ഇറ്റ് ഈസ് 1/r ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതായിരിക്കും വരിക I/V എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഈസ് I/V. ഓക്കെ, ഈ ഒരു പോയിന്റ്സ് ഒക്കെ ഓർത്ത് വയ്ക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയാൽ a parallel plate capacitor is fitted with two dielectrics is shown in the figure. If the electric field in the region A is 4 kilovolt per centimeter, the electric field region in the region B, ഇവിടെയാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഫിറ്റഡ് വിത്ത് ടു ഡയലക്ട്രിക്സ് ഫിഗർ തന്നിട്ടുണ്ട്. ഇഫ് ദ പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ റീജിയൻ എ ഈസ് 4 കിലോവോൾട്ട് പെർ സെന്റിമീറ്റർ, അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ റീജിയൻ ബി ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണം ഇത് പാരലൽ കണക്ഷൻ ആണ് അല്ലെ. ഓക്കെ, ഈ കപ്പാസിറ്റേഴ്സിന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? ദേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ ആണ്. അപ്പൊ പാരലൽ ആകുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും? വോൾട്ടേജ് അല്ലെ, വോൾട്ടേജ് ഈസ് സെയിം. സിൻസ് ദേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ, വോൾട്ടേജ് ഈസ് സെയിം ആണ് അല്ലെ. വോൾട്ടേജ് സെയിം ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? സെയിം ഇലക്ട്രിക് ഫീൽഡ് തന്നെ ആയിരിക്കും എവിടെ ഉണ്ടാവുക? എ എന്ന് പറയുന്ന റീജിയൻ ഉണ്ടാവുന്ന അതേ ഇലക്ട്രിക് ഫീൽഡ് തന്നെ ആയിരിക്കും ബി എന്ന് പറയുന്ന റീജിയൻ ഉണ്ടാവുക. സോ ആൻസർ ആയിരിക്കും വരിക ബിയുടേതും 4 തന്നെ ആയിരിക്കും ആൻസർ വരിക. കാര്യം എന്തായിരിക്കും? ബിക്കോസ് കണക്റ്റഡ് ഇൻ പാരലൽ ആയതുകൊണ്ട് എന്തായിരിക്കും വരിക? വോൾട്ടേജ് സെയിം ആയിരിക്കും വരിക. ഓർത്ത് വയ്ക്കുക. The electric field strength of a charge is electric field strength of a charge in the equation E is equal to എന്തായിരിക്കും? E is equal to Q divided by 4 pi epsilon into R square. ഓർത്ത് വയ്ക്കുക. E is equal to the electric field strength of a charge is E is equal to Q divided by 4 pi epsilon into R square ആണ്. അങ്ങനെയാണെങ്കിൽ the electric field of a charge എന്തായിരിക്കും വരിക? ഇൻക്രീസസ് ആണോ? അല്ല. ഡിക്രീസസ് വിത്ത് ക്യൂബ് ഓഫ് ഡിസ്റ്റൻസ് അല്ല. ഡിക്രീസസ് വിത്ത് ഡിസ്റ്റൻസ് അല്ല. ഡിക്രീസസ് വിത്ത് സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്. കാര്യം നമുക്ക് ഈക്വേഷനിൽ കൂടെ E is proportional to 1/r square അല്ലേ. സോ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? E is equal to Q divided by 4 pi epsilon R square അല്ലെങ്കിൽ E is inversely proportional to R square നമുക്ക് പറയാൻ പറ്റും. സോ ഇതും PSCയുടെ ചോദ്യമാണ്, ഓർത്ത് വയ്ക്കുക.
വാട്ട് ഈസ് ദ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്? ഈ ഡെറിവേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ എന്താണ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്? എന്താണെന്ന് കാര്യം ഓർത്ത് വയ്ക്കാം. അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി വിത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ്, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി അല്ലെ? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി വിത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. സോ absolute permittivity, it is a ratio of തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കിയോളൂ, റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി വിത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി വിച്ച് പ്രൊഡ്യൂസസ് ദാറ്റ് ഫീൽഡ്. അപ്പം ഓർത്ത് വയ്ക്കുക, റേഷ്യോ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും വരിക? ആ ഡെഫിനിഷൻ ഓർത്ത് വയ്ക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റിയുടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ റേഷ്യോ ആണ് നമ്മൾ എന്ത് പറയുക? അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എന്ന് പറയുക. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് പറയുമ്പോഴത്തെ എത്ര ആയിരിക്കും വരിക? 8.85 into 10⁻⁻12 Farads/m ആണ്. സോ അതും ഓർത്ത് വയ്ക്കുക. ഓക്കെ. സോ ഇതൊക്കെ എപ്പോഴും സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റിയുടെ ഡെഫിനിഷൻ ആണ്, ബേസിക് ആണ്. സോ ഡെൻസിറ്റി അല്ലെ, ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ടു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണെന്ന് ഓർത്ത് വയ്ക്കുക. സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് the force between two charges Q1 and Q2 is given by അറിയാലോ, ഏതായിരിക്കും വരിക? കൂളംസ് ആണ് അല്ലെ? F is equal to K into Q1 Q2 divided by R square ആണ്. യെസ്, കൂളംസ് ആയിരിക്കും വരിക. രണ്ട് ചാർജ് കൂളംസിലാണ് ചാർജിന്റെ ഫോഴ്സ് ബിറ്റ്വീൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നേ. The force between two point charges അല്ലെ directly proportional to the product of their magnitude and inversely proportional to the square of the distance between them ആണ്. അപ്പോൾ F is equal to K into Q1 Q2 divided by R square എന്ന് ഓർത്ത് വെച്ചോളൂ. നെക്സ്റ്റ് the electric field intensity. അടുത്ത ക്വസ്റ്റ്യൻ ആണ് the electric field intensity due to an infinite plane sheet of charge. The electric field intensity due to an infinite plane sheet of charge എന്ന് പറയുന്നത് ഇലക്ട്രിക് എന്തായിരിക്കും വരിക? ഇക്വേഷൻ എന്ന് പറയുന്നത് E is equal to sigma divided by 2 epsilon ആണ്. E is equal to sigma divided by 2 epsilon ആണ്. ഇപ്പോൾ സിഗ്മ എന്ന് പറയുമ്പോഴത്തേക്കും സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ലൊക്കേഷൻ ആണ് അല്ലെ? റേഡിയസിനോ അല്ലെങ്കിൽ ഡിസ്റ്റൻസിനോ ഒന്നും യാതൊരുവിധ ഡിപ്പെൻഡും അല്ല. എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഓഫ് ദ ലൊക്കേഷൻ ഓഫ് ദ ഫീൽഡ് പോയിന്റ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ബാക്കി എല്ലാവരും ചോദിച്ചിരിക്കുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, എന്തായിരിക്കും വരിക? E is equal to sigma divided by 2 epsilon 0 എന്നാണ്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. Which of the following is not a characteristics of magnetic flux? അപ്പൊ നമുക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സ് അഥവാ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു എന്തായിരിക്കും? ഇമാജിനറി ലൈൻസ് ആണ് അല്ലെ? വേറെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നോർത്ത് പോളിൽ നിന്നാണ്, അത് എൻഡ് ചെയ്യുന്നത് സൗത്ത് പോളിൽ നിന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അതൊരു ക്ലോസ്ഡ് ലൂപ്പ് ആണ്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ പറ്റിയിട്ട് നമ്മൾ അതിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് എ ഫോം എ ക്ലോസ്ഡ് ലൂപ്പ് ആണ്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അഥവാ മാഗ്നറ്റിക് ഫ്ലക്സ് ഇറ്റ് ഫോംസ് എ ക്ലോസ്ഡ് ലൂപ്പ് ആണ്. രണ്ടാമത്തത് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം നോർത്ത് പോൾ അല്ലെ? ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം നോർത്ത് പോൾ അല്ലെ? ആൻഡ് എൻഡ്സ് ഇൻ സൗത്ത് പോൾ ആണ്. എൻഡ്സ് ഇൻ സൗത്ത് പോൾ അല്ലെ? മൂന്നാമത് എന്തായിരിക്കും? ഇറ്റ് നെവർ ഇന്റർസെക്റ്റ് ആണ്. ഇറ്റ് നെവർ ഇന്റർസെക്റ്റ്, ഒരിക്കലും കൂട്ടിമുട്ടില്ല. അടുത്ത പോയിന്റ് നമുക്ക് അത് ചോദിച്ചിരിക്കുന്നത് ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പം ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ലൈൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ലൂപ്പ് ആണ്, അത് കറക്റ്റ് ആണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് നമ്മളെ കൺഫ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ 3ഉം 4ഉം ശ്രദ്ധിക്കുക. ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് have opposite direction repel each other എന്ന് കൊടുത്തിട്ടുണ്ട്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഹാവിംഗ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അട്രാക്ട് ഈച്ച് അതർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ദാറ്റ് ആർ പാരലൽ ടു ഈച്ച് അതർ ആൻഡ് ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ റിപ്പൽ ഈച്ച് അതർ. സോ ഓർത്ത് വയ്ക്കുക, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അത് റിപ്പൽ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഇൻ ദ സെയിം ഡയറക്ഷൻ അല്ലെ? അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും വരിക? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇറ്റ് ഈസ് അട്രാക്ട് ഈച്ച് അതർ. ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഹാവിംഗ്
സെയിം ഡയറക്ഷൻ, ഓപ്പോസിറ്റ് അല്ല, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും വരിക? ഇറ്റ് വിൽ റിപ്പൽ ഈച്ച് അതർ. ഓർത്ത് വയ്ക്കുക. സോ ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് that are parallel to each other. അങ്ങനെ പറയാം, that are parallel to each other, പിന്നെന്താ പറയാൻ പറ്റുക? and are in the same direction, and are in the same direction ആണെങ്കിൽ എന്താ പറയാൻ പറ്റും? and are in the same direction, they repel each other. സോ ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാര്യം ഇതിനകത്ത് കുറെ ബേസിക് ആണ്, നമ്മൾ പ്ലസ് ടു പോലെ പഠിക്കുന്ന ബേസിക്സ് ആണ്. സോ ഓർത്ത് വയ്ക്കുക, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അഥവാ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്താ അറിയാം? ഇറ്റ് ഇസ് എ ക്ലോസ്ഡ് ലൂപ്പ് ആണ്. നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്ത് പോളിൽ സൗത്ത് പോളിൽ എൻഡ് ചെയ്യുന്നുണ്ട്. അത് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യുന്നില്ല. പിന്നെ അതിന്റെ എന്തായിരിക്കും വരെ? അത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അതിന്റെ റിപ്പൽ നേച്ചറും അട്രാക്റ്റീവ് നേച്ചർ ആണെങ്കിൽ എങ്ങനെയാണെന്ന് ഓർത്ത് വയ്ക്കുക. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ദാറ്റ് ആർ പാരലൽ ടു ഈച്ച് അതർ ആൻഡ് ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ദേ റിപ്പൽ ഈച്ച് അതർ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും വരിക? ദേ അട്രാക്ട് ഈച്ച് അതർ. സോ ഓപ്ഷൻ സി ആയിരിക്കും നമുക്ക് തന്നിരിക്കുന്നത് കറക്റ്റ് ആൻസർ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ്. എന്തായിരിക്കും വരിക? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഹാവിംഗ് സെയിം ഡയറക്ഷൻ ആണ്, റിപ്പൽ ഈച്ച് അതർ. ഓർത്ത് വയ്ക്കുക. അതേ കണക്ക് തന്നെ ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. എന്തായിരിക്കും? സോ ദ ഫോളോയിങ് അബൌട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രിക് ചാർജസ് ഈസ് ഫോൾസ്. അപ്പം അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അഥവാ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഫോംസ് എ ക്ലോസ്ഡ് ലൂപ്പ് ആണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്തായിരിക്കും വരിക? ഇറ്റ് വിൽ നെവർ ഫോം എ ക്ലോസ്ഡ് ലൂപ്പ്. അതാണ് ആ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സും ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റും? ദ ഇലക്ട്രിക് ഫീൽഡ് ഡസ് നോട്ട് മേക്ക് എ ലൂപ്പ്. ഓർത്ത് വയ്ക്കുക, ദ ഇലക്ട്രിക് ഫീൽഡ് ഡസ് നോട്ട് മേക്ക് എ ലൂപ്പ്. പക്ഷേ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കാണെങ്കിൽ ഫ്ലക്സ് എന്ന് പറയുമ്പോഴത്തേക്കാണ് ഇറ്റ് ഇസ് എ ക്ലോസ്ഡ് പോൾ, അല്ലെ? ക്ലോസ്ഡ് ലൂപ്പ് ആണ്. എന്ന് വെച്ചാൽ എങ്ങനെ ആയിരിക്കും? നോർത്തിൽ നിന്ന് വന്നിട്ട് നോർത്തിൽ നിന്ന് നേരെ സൗത്തിലേക്ക് വരുന്നുണ്ട്. പിന്നെ എന്തായിരിക്കും? അകത്തൂടെ വന്നിട്ട് വീണ്ടും ഇങ്ങനെ ആയിരിക്കും നമുക്ക് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആ ഫ്ലക്സ് ഉണ്ടാവുക. ഇറ്റ്സ് എ ക്ലോസ്ഡ് ലൂപ്പ് ആണ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്തായിരിക്കും വരിക? ഇറ്റ് ഡസ് നോട്ട് മേക്ക് എ ക്ലോസ്ഡ് ലൂപ്പ്. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ്, ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് മേക്ക് എ ക്ലോസ്ഡ് ലൂപ്പ്. അടുത്തായിരിക്കും വരിക? അടുത്ത് നമുക്ക് പറയാൻ പറ്റും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ either straight or curved. It is either straight or curved നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് നമ്മൾ മാഗ്നറ്റിക് സർക്യൂട്ട് പറഞ്ഞ പോലെ ഇറ്റ് ഡസ് നോട്ട് ഇന്റർസെക്ട് ഈച്ച് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ആൾസോ ദേ ഒറിജിനേറ്റ് ആൻഡ് എൻഡ് അറ്റ് റൈറ്റ് ആംഗിൾ, അല്ലെ? അടുത്ത ഓർത്ത് വെച്ചോളൂ, ദേ ഒറിജിനേറ്റ് ആൻഡ് എൻഡ്സ് അറ്റ് റൈറ്റ് ആംഗിൾ. ഓർത്ത് വയ്ക്കാം. സോ ഇതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നാളത്തേക്ക് നോക്കാം. സോ ജസ്റ്റ് നമ്മൾ ഒന്ന് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരുമെന്ന് നോക്കി കഴിഞ്ഞാൽ, സോ നമ്മൾ ഫസ്റ്റില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക് ഫ്ലക്സും ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് നമ്മൾ പറഞ്ഞു. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. നമുക്കറിയാം ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് ഇസ് ആൾവേസ് ഗിവൻ സ്കെയിലർ ആണ്. ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എ ആണ്. സോ അത് ഈ വെക്ടർ ആണ്, എ വെക്ടർ ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും രണ്ട് വെക്ടർ ക്വാണ്ടിറ്റികളുടെ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് സ്കെയിലർ ആണ്. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ഇലക്ട്രിക്കൽ ഫ്ലക്സ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയാൻ പറ്റും. അതിന്റെ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പം അതിനകത്ത് നമുക്ക് ഓർത്തിരിക്കാനുള്ള പോയിന്റ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളംബ് ആണ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ യൂണിറ്റ്. ചാർജ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് കൂളംബ് പെർ മീറ്റർ ആണ്. അടുത്തായിരിക്കും ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി കൂളംബ് പെർ മീറ്റർ സ്ക്വയർ ആണ്. സോ ഈ മൂന്ന് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ 3 യൂണിറ്റ്സ് നമ്മൾ ഓർത്ത് വെക്കുക. പിന്നെ എന്തായിരിക്കും ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇ ആണ്. അപ്പോൾ എപ്സിലോൺ 0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഇറ്റ്സ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഇ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ രണ്ടിന്റെ കൂടെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും, വെക്ടർ കിട്ടും. സോ ഇത്രയും ഓർത്ത് വെച്ചില്ലെങ്കിലും മിനിമം ഓർത്ത് വയ്ക്കുക, ഫ്ലക്സ് എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റി, ഫ്ലക്സ് ഡെൻസിറ്റി ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് ഫ്ലക്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളംബ്, ചാർജ് ഡെൻസിറ്റി കൂളംബ് പെർ മീറ്റർ. പിന്നെ എന്തായിരിക്കും വരിക? ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് കൂളംബ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നത് ഫോഴ്സ്, അല്ലെ? ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഈക്വൽ ടു എന്തായിരിക്കും? 1/4 എപ്സിലോൺ 0 Q1 Q2 ഡിവൈഡ് ബൈ R സ്ക്വയർ ആണ്. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഓർത്ത് വയ്ക്കുക, ഈക്വേഷൻസ് ഓർത്ത് വയ്ക്കുക. ഈക്വേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, കൂളംസ് ലോ ആണ്. ദെൻ ഫോഴ്സ് പെർ ലെങ്ത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? രണ്ട് കണ്ടക്ടേഴ്സ്, അല്ലെ? രണ്ട് പാരലൽ വയേഴ്സ് ക്യാരിങ് കറണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്തിന്റെ ഇക്വേഷൻ F/L is equal to mu0/2 pi I1 I2 ഡിവൈഡ് ബൈ D ആണ്. സോ ഇതിന്റെ
ഡയറക്റ്റ് ആയിട്ട് റിലേഷൻഷിപ്പ് നോക്കുക. എങ്ങനെ ആയിരിക്കും ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസുമായിട്ട് അല്ലെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നോക്കുക. ഫോഴ്സ് പെർ ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡി ആണ്. ഡി സ്ക്വയർ ഒന്നും എഴുതി വെക്കരുത്. സോ അതൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവുന്ന പോയിന്റ്സ് ആണ്. അപ്പം ഓർത്ത് വയ്ക്കുക μ0/2π ഇൻറ്റു I1 I2 ഡിവൈഡ് ബൈ ഡി എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ദ പൊട്ടൻഷ്യൽ ഇൻസൈഡ് എ ചാർജ് ഹോളോ സ്പിയർ നമ്മൾ പഠിച്ചു. പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. കാര്യം ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടിങ് സ്പിയർ ഈസ് ആൾവേസ് സീറോ ആണ്. കണ്ടക്ടിങ് സ്പിയറിന്റെ ഉള്ളിലുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്തായിരിക്കും വരിക? സീറോ ആണ്. അപ്പൊ നമുക്കറിയാം E is equal to ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ E is equal to dV/dt. ഇത് സീറോ ആവണമെങ്കിൽ എന്തായിരിക്കും വരിക? V should be a constant. എങ്കിലല്ലേ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് സീറോ ആവും. സോ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ദാറ്റ് മീൻസ് ദ പൊട്ടൻഷ്യൽ ഈസ് സെയിം ആയിരിക്കും വരിക. ഓർത്ത് വെക്കുക. പിന്നെ ടു ചാർജസ്, രണ്ട് ചാർജസ് നമ്മൾ വെക്കുന്ന സമയത്ത് ഇവിടെ ഫോഴ്സ് ദർ ഇസ് നോ ഫോഴ്സ് എക്സെപ്റ്റ് ഓൺ ഇറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് FCA is equal to FCB എന്ന് പറയുന്ന പോയിന്റ് എടുത്തിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഡി നമ്മൾ കണ്ടുപിടിച്ചു. അത് കണക്ക് തന്നെ ടു പാരലൽ കണ്ടക്ടേഴ്സ് നമ്മൾ മുന്നേ പഠിച്ചു. ഫോഴ്സ് പെർ ലെങ്തിന്റെ ഇക്വേഷൻ μ0/2π ഇൻറ്റു I1 I2 ഡിവൈഡ് ബൈ ഡി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഇന്റൻസിറ്റി അറ്റ് എനി പോയിന്റ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ വെക്ടർ സം ഓഫ് സെപ്പറേറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ് അല്ലെ. അതുകൊണ്ടാണ് നമുക്ക് ഇറ്റ്സ് നത്തിങ് ബട്ട് എ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് നമുക്ക് പറയാൻ പറ്റും. അടുത്ത നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് സർക്യൂട്ടും മാഗ്നറ്റിക് സർക്യൂട്ടും തമ്മിലുള്ള അനലോഗസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് നോക്കി ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. അടുത്ത ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് എന്തായിരിക്കും? Q ഡിവൈഡ് ബൈ 4πε0 r² ആണ് അല്ലെ. Q ഡിവൈഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഇക്വേഷൻ Q ഡിവൈഡ് ബൈ 4πε0 r² ആണ്. അപ്പൊ അല്ലെങ്കിൽ ഈ പ്രൊപ്പോർഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² എന്ന് പറ്റും. ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. എന്താണ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്? അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ടു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ റേഷ്യോ ആണ് നമ്മൾ എന്ത് പറയുക? അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എന്ന് പറയുക. ഈ പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ ഫോഴ്സ് ബിറ്റ്വീൻ Q1 ആൻഡ് Q2 രണ്ട് ചാർജസിന് ബിറ്റ്വീൻ വരുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ അല്ലെ കൂളംസ് Q1 Q2 ഡിവൈഡ് ബൈ r² നമ്മൾ പഠിച്ചിട്ടുണ്ടോ? The electric field intensity due to an infinite plane sheet of charge is equal to sigma divided by 2ε0 ആണ്. Is independent of distance ആണ് അല്ലെ. തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഡിസ്റ്റൻസ് ആയിട്ട് റിലേഷൻ ആണ്. പക്ഷെ ഇവിടെ നമുക്ക് എന്തില്ല? ഡിസ്റ്റൻസ് ഇല്ല. അതിനകത്ത് ആറോ ഡിയോ ഒന്നും വരുന്നില്ല. സോ ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡ് ബൈ 2ε0 ആണ്. പിന്നെ വിച്ച് ഇസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് നമ്മൾ പഠിച്ചു. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചു. അതിനകത്ത് ഓർത്തിരിക്കാനുള്ള കാര്യം മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അതിനകത്ത് അട്രാക്റ്റീവ് നേച്ചറും റിപ്പൾസീവ് നേച്ചറും ഉണ്ടാവുന്ന കണ്ടീഷൻ ഓർത്ത് വയ്ക്കുക. ഇതാണ് ഈ 3ഉം 4ഉം ആണ് എക്സെപ്ഷണൽ കേസസ്. അത് ഓർത്ത് വയ്ക്കുക. ബാക്കിയുള്ളതെല്ലാം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇത് ഓർത്ത് ഈ 3, 4 പോയിന്റ് കറക്റ്റായിട്ട് പഠിക്കുക. അതേ കണക്ക് തന്നെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് ഓർത്ത് വയ്ക്കുക. അതൊരിക്കലും ഒരു ക്ലോസ് ലൂപ്പ് ഉണ്ടാവില്ല എന്ന് പോയിന്റ് നമ്മൾ ഓർത്ത് വയ്ക്കുക. സോ ഓക്കെ, താങ്ക് യു. നമുക്ക് ഇതിന്റെ സെക്ഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാണ്. സോ നമുക്ക് ബാക്കി ടോപ്പിക്സ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ് കാണാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു.